നമസ്കാരം. വീണ്ടും യുദ്ധഭീഷണിയാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധം വ്യാപിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് വലിയ വ്യാപിച്ചില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി തുടരുകയാണ്. 2 ആഴ്ച കൊണ്ട് ഉക്രൈനെ തകർക്കാമെന്നുള്ള വ്യാമോഹത്തിലിറങ്ങിയ റഷ്യ പക്ഷേ ഇപ്പോഴും തിരിച്ചടികളുടെ ഘോഷയാത്രയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അടുത്ത ദിവസമാണ് 40 യുദ്ധവിമാനങ്ങൾ തകർത്തുകൊണ്ട് യുക്രൈൻ പകരം വീട്ടിയത്. അങ്ങനെ ആ യുദ്ധം നീണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള പ്രകോപനം വഴിയാണ്. ആ പ്രകോപനം ഒരു കാരണമായി എടുത്തുകൊണ്ട് ഇസ്രയേൽ നടത്തിയ തിരിച്ചടി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നാശകരമായ തിരിച്ചടിയാണ്. ഒരു രാജ്യത്തെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും കൂട്ടക്കുരുതി കൊടുത്തുകൊണ്ട് ആ സ്ഥലം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇറാനെ ആക്രമിച്ചുകൊണ്ട് യാതൊരു ഭീഷണിയുമില്ലാതെ യാതൊരു തരത്തിലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ ഇറാനെ ഏകപക്ഷീയമായി ഇസ്രായേൽ ആക്രമിക്കുകയും അവരുടെ ആണവ കേന്ദ്രങ്ങളും അതേപോലെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് അവിടെയുള്ള പ്രമുഖരായ ആളുകളെ വധിക്കുകയും ചെയ്തതോടുകൂടിയിട്ടാണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. അതായത് അവിടെ ഏകദേശം 8ഓളം ന്യൂക്ലിയർ വിഭാഗത്തിൽപ്പെട്ട സയൻറ്റിസ്റ്റുകളെ കൊല്ലുകയും അതേപോലെ തലവന്മാരായ 3 പേരെ സൈനിക മേധാവികളായി 3 പേരെ വധിക്കുകയും ചെയ്തിരിക്കുകയും മാത്രമല്ല നടാഷ് എന്ന് പറയുന്ന അവരുടെ ആണവ കേന്ദ്രം ബോംബിട്ട് തകർക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധമായി മാറിയിരിക്കുന്നത്. എന്നാൽ ഇറാനെ എഴുതിത്തള്ളാവുന്നൊരു ശക്തിയായിട്ട് കാണാൻ പറ്റില്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അവർ തിരിച്ചിപ്പോൾ കൊടുത്തിരിക്കുന്നത് മിസൈലുകളുടെ പെരുമഴയാണ്. ആ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസൈല് ഇസ്രയേലിൽ ഞെട്ടിക്കുന്ന രംഗങ്ങൾ. ഇസ്രയേലിനെ ശരിക്കും ഇത് വിറപ്പിച്ചിരിക്കും. ആ രംഗം ഒന്ന് കാണാം.
കണ്ടല്ലോ, മിസൈലുകൾ, നൂറുകണക്കിന് മിസൈലുകൾ, ഡ്രോണുകൾ ടെലവീവിലും അതേപോലെ ജെറുസലേമിലും അവരുടെ സൈനിക കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ പതിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന രംഗം. അതായത് ഇസ്രയേൽ ഇത്രയും കാലം അവർ കരുതിയിരിക്കുന്ന അവർ അയോൺ ഡ്രോമും അതേപോലെ ഇത്തരത്തിലുള്ള മിസൈലുകളെ അപ്പോൾ വെടിച്ചു വീഴ്ത്താനുള്ള തന്ത്രങ്ങളും അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ട്, അവരുടെ അയോൺ ഡ്രോമും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഇസ്രയേലിനെ ശരിക്കും വിറപ്പിച്ച് ഇറാൻ നടത്തിയ പോരാട്ടം തീർച്ചയായും അത് തുടർന്ന് വരാൻ പോകുന്ന ഭവിഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാം. ഈ ഇറാനെ എഴുതിത്തള്ളാവുന്ന ഒരു ശക്തിയല്ല, ഒറ്റയടിക്ക് തകർക്കാവുന്ന ശക്തിയല്ല, പകരം തിരിച്ചടിക്കും. അത് ഇസ്രയേലിനെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു ശക്തിയാവാം ഇറാൻ എന്ന് കരുതുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ സഹായമാണ് ഇസ്രയേലിനുള്ളത്. ഇത്തരം മിസൈലുകളെല്ലാം അപ്പോൾ വെടിവെച്ച് വീഴ്ത്താനുള്ള, അപ്പോൾ തന്നെ തകർക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്ക കൊണ്ട് അവർ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ട്രംപാണ്. ട്രംപ് ആദ്യഘട്ടം പറഞ്ഞു, നിങ്ങൾ ഇസ്രയേലുമായി ന്യൂക്ലിയർ കരാറിൽ ഏർപ്പെടണം. വീണ്ടും ഇപ്പം ഞങ്ങൾ അവസരം തരികയാണ്. 60 ദിവസത്തെ അവസരം എന്ന് പറയുന്ന ആ അവസരം പറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഇസ്രയേൽ ആക്രമിച്ചത്. ഇപ്പോഴിതാ ഇപ്പോൾ വീണ്ടും ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ട്രംപ്. ഇപ്പോഴെങ്കിലും ഈ ന്യൂക്ലിയർ കരാറിൽ ഏർപ്പെടണം, ഇസ്രയേലുമായിട്ട് ന്യൂക്ലിയർ കരാറിൽ ഏർപ്പെടണം. അതായത് ഒരു രാജ്യത്തിന് ഈ ഇസ്രയേൽ ഇങ്ങനെ ഇറാനെ ആക്രമിക്കുന്നതിന് കാരണത്തിന് പിന്നിൽ ട്രംപാണ് എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് സത്യം താനും. കൃത്യമായി ട്രംപാണ് ഇതിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ധൈര്യം കൊടുക്കുകയും ചെയ്യുന്നത്. ഇസ്രയേൽ ഇത്രയും കാലം നമ്മൾ കരുതിയത് ഹമാസിനെ കീഴടക്കുക, അവിടെ പിടിച്ചടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം, അവരുടെ സുരക്ഷിതത്വം ഉദ്ദേശിച്ച്. ഇറാൻ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുകയായിരുന്നു കുറച്ച് കാലമായി. നേരത്തെ ഒരു 100ഓളം വിമാനങ്ങൾ ഒരുമിച്ച് വന്ന് ഇറാൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബോംബിട്ട് തകർത്ത കാര്യം നമുക്കറിയാം. തിരിച്ച് ഇറാൻ മിണ്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ അങ്ങനെയല്ല, ഇറാൻ തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കുന്നു. അവരുടെ ന്യൂക്ലിയർ സ്ഥലങ്ങളിൽ ബോംബിട്ടത് വഴി, മിസൈൽ അയച്ചത് വഴി 100ഓളം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, F-15, F-16, F-35 അടങ്ങുള്ള അമേരിക്കൻ യുദ്ധ ജെറ്റ് വിമാനങ്ങൾ പറന്നെത്തുകയും കൂട്ടമായി എത്തി ആക്രമിക്കും, 100ഓളം കേന്ദ്രങ്ങൾ ആക്രമിക്കും ചെയ്തതോടെ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ അടക്കം റേഡിയേഷൻ ഉണ്ടാവുകയും, ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ റേഡിയേഷൻ ഉണ്ടാവുകയും ചെയ്തു എന്ന് വാർത്ത വന്നതോടെ ഇറാൻ ശക്തി എടുത്തുകൊണ്ട് തിരിച്ചടിക്കാണ്. അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കും, ഇസ്രയേൽ ഇനി ഭൂഖണ്ഡത്തിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുദ്ധം ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഇസ്രയേൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും പുതിയ വിവരങ്ങൾ ക്രൈം പുറത്തുവിടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.